ഹായ് കൂട്ടുകാരെ, ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്ര ദിവസം കണ്ട വീഡിയോകളെന്ന് പറയുമ്പോൾ നമ്മൾ മീനിൻ്റെ ലേലവിളിയും മീനിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊരു മാറ്റം കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ച് എടുത്ത വീഡിയോ ആണ്. വേറൊന്നുമല്ല, നമ്മുടെ ഒരു മോത മീൻ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോത മീൻ തൊലിയുരിച്ച് കട്ട് ചെയ്യുന്ന കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കാനും അതെന്ത് നല്ല വൃത്തികരമാണ് അവർ കട്ട് ചെയ്യുന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങളും ഇതുപോലെ വിഴിഞ്ഞം കടപ്പുറത്ത് വരാണെന്നെങ്കിലും നല്ല വലിയ വലിയ മീനുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മീൻ കട്ട് ചെയ്യുന്ന അമ്മച്ചീരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ തൊലിയുരിച്ചാണെങ്കിൽ തൊലിയുരിച്ച് നല്ല ഷേപ്പ് നിങ്ങൾ പറയുന്ന ഷേപ്പിൽ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഈ അമ്മച്ചിയുടെ പേര് നിങ്ങൾ ഓർമ്മിക്കുക, ഐമീനമ്മ അമ്മച്ചിയാണ് ഈ അമ്മച്ചിയുടെ പേര്. ഇവിടെ വന്ന് ചോദിച്ചാൽ ഐമീനമ്മ അമ്മച്ചി ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും. അപ്പം ഐമീനമ്മ അമ്മച്ചി ഒരു വലിയൊരു മോത കട്ട് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതും മോത തൊലിയുരിച്ച് നല്ല വൃത്തിയായിട്ട് അലുവ പീസ് പോലെയാണ് അവർ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലോട്ട് പോകാം. വരൂ കൂട്ടുകാരെ.
മസാല പിടിക്കൂല. നല്ല കുടംപുളി ഉണ്ട് നമുക്ക് വീട്ടിൽ കായ്ക്കണ കുടംപുളി. വീട്ടിൽ കുടംപുളി മരം നമ്മുടെ ബന്ധുവിൻ്റെ അവിടുന്ന് കുടംപുളി കൊണ്ടുവരും. കോഴഞ്ചേരി വീട്ടിൽ കായ്ക്കണ കുടംപുളി ഉണ്ട്. വലിയ മരം കുടംപുളി മരം കുടംപുളി മനസ്സിലായി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പോലെ തന്നെ അവരതിനെ ഉണക്കി എടുത്ത് പുറയിലിട്ട് ചെയ്ത് ഉപ്പൊക്കെ പരത്തി നല്ല എന്ത് വൃത്തിയോടെയും ഏത് നല്ല വൃത്തിയുള്ള ഷേപ്പിലുമാണ് അമ്മച്ചി മീൻ കട്ട് ചെയ്യുന്നത്, മോതമീൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മീൻ കൊണ്ടുവന്ന് കട്ട് ചെയ്യാൻ കൊടുക്കുന്ന ആൾക്കാരായിരുന്നാൽ നിങ്ങൾ പറയുന്ന ഷേപ്പിൽ, നിങ്ങൾ പറയുന്ന പീസിൽ, നിങ്ങൾ പറയുന്ന വട്ടത്തിൽ ഈ കനത്തിൽ അല്ലെങ്കിൽ ഈ കനം കുറച്ച് കുറയ്ക്കണം എന്നീ രീതിയിൽ പറഞ്ഞത് ആ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് തന്നെ മാത്രമാണ് അയ്യൻ അമ്മച്ചി മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെ മീൻ കട്ട് ചെയ്യാതിരിക്കുന്ന അമ്മച്ചിയുടെ ഇഷ്ടത്തിനല്ല മീൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് തൊലി ഉരിച്ച് തരണോ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെയാണ് അയ്യൻ അമ്മച്ചി തൊലി ഉരിച്ച് തന്നെയാണ് മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ മീൻ കൊണ്ടുവരുന്ന അവർക്കുള്ള എങ്ങനെയാണ്, അവർക്ക് തൊലി ഉരിക്കണോ തൊലി ഉരിക്കാൻ്റെയോ അവർ പറയുന്ന ഇഷ്ടത്തിനനുസരിച്ചാണ് മീൻ കട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അയ്യൻ അമ്മച്ചിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കൊണ്ടുവരുന്നവർ തൃപ്തിയോട് മീൻ കട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് പോവുക എന്നുള്ളത് മാത്രമാണ് അയ്യൻ അമ്മച്ചിയുടെ ഒരേ ഒരു ഉദ്ദേശം മാത്രം. അപ്പോൾ അതുകൊണ്ട് മീൻ കട്ട് ചെയ്യാൻ വരുന്നവർ അയ്യൻ അമ്മച്ചിയുടെ അടുത്ത് കൊടുത്ത് മീൻ കട്ട് ചെയ്ത് വാങ്ങിക്കുക. പൈസകളും അവർ കട്ട് ചെയ്യുന്നതിന് ഇതിൻ്റെ നിരക്കും കുറവ് തന്നെയാണ്. ഇപ്പോൾ വലിയ മീനുകൾ വരുമ്പോൾ നല്ല വലിയ മീനാണെങ്കിൽ 100 രൂപയും, ചെറിയ മീനുകൾക്ക് 40, 50, 30 മീനിൻ്റെ സൈസ് കണ്ടതുപോലെയാണ് റേറ്റ് ഈടാക്കുന്നത്. അതും കൂടെ നമ്മുടെ കൂട്ടുകാർ ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പം ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്. അപ്പോൾ അയ്യൻ അമ്മച്ചിയുടെ മീൻ കട്ട് ചെയ്ത് നിങ്ങൾ കാണുക വീണ്ടും. ഞാൻ വരണോ? ഞാൻ വരാം. മോഹയുടെ കറിയിടില്ല. അളകിയതല്ല പോലെ ഉടഞ്ഞു. അപ്പോൾ നമ്മൾ കൂട്ടുകാർ ഇത്രയും നേരം അയ്യൻ അമ്മച്ചി മോത കട്ട് ചെയ്യുന്ന വീഡിയോ അതിൻ്റെ കാഴ്ചകളും കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ്റെ ഓളം പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.
അപ്പോൾ എത്ര വൃത്തിയായും ഇതുമായിട്ടാണ് ആ ഐവിനമ്മച്ച ആ മോത കട്ട് ചെയ്ത് കാഴ്ച നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ടില്ല, നന്ദി. വീഡിയോ നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ.